നമസ്കാരം. ഇന്ന് നമ്മൾ വെളിയിൽ വെച്ച് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോകും. അപ്പം നമ്മൾ ഏത്തയ്ക്ക എല്ലാം കഷ്ണിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചേക്കും. എണ്ണ ഞാൻ 1/2 കിലോ സൺഫ്ലവറിൻ്റെ എണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. നമ്മളേറെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇനി ഈ വെള്ളം നല്ലോണം വെള്ളമല്ല, എണ്ണയൊന്ന് നല്ലോണം തിളയ്ക്കണം. തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. അപ്പം ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോകും. അതുകൊണ്ട് എണ്ണയൊന്ന് ചൂടാക്കാൻ നമ്മൾ മൈദ ഒക്കെ കലക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാം ഇടുമ്പോഴത്തെ. അപ്പം നമ്മൾ എള്ളും ഒരു ശകലം പഞ്ചസാരയും ഉപ്പും പിന്നെ ഇന്നലത്തെ ഒരു ശകലം അപ്പത്തിൻ്റെ മാവും കൂടെ വെച്ച് നമ്മൾ ഇതിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കുറച്ച് നേരത്തെ ഇത് കലക്കി വെച്ച് അതുകൊണ്ടൊന്ന് പുളിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് മുക്കി വേണം അടുപ്പയിലിടാൻ. ഓക്കെ. ആണ് ഏത്തയ്ക്ക രണ്ടായിട്ട് ചിലതൊക്കെ കീറി, ചിലത് വലുത് 3ആയിട്ടും കീറി. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് മുക്കി നമുക്ക് അടുപ്പയിലിട്ട് പൊരിക്കും. അപ്പം ഞാൻ ഈച്ചയൊന്നും കയറാതിരിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചേക്കുന്നു. അപ്പം ഇനി ഇതൊന്ന് ഈ എണ്ണ നല്ലവണ്ണം ഒന്ന് മൂക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതങ്ങോട്ട് ഇട്ട് കാണിക്കും. അപ്പോൾ എണ്ണ ഇത് നമ്മൾ ഈ മാവൊന്നും നല്ലോണം തന്നെ ഇങ്ങനെയൊന്ന് കൈയിട്ട് വേണ്ട. ഞാൻ ആ കോരിയുടെ തന്നെ അതിൻ്റെ ചെവിടിട്ടൊന്ന് ഇളക്കുക ഞാൻ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർക്കാം. അതിൻ്റെ അനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഇതിലെ ഇപ്പോൾ ഒരു തുള്ളി ഇട്ട് നോക്കാം എണ്ണ ചൂടാകുമോയെന്നറിയാം. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നോരോന്ന് മുക്കി ഇതിനകത്തോട്ടിടാം. നമുക്കിനിയും വെള്ളം വേണ്ടെന്ന് വെച്ചാൽ വെള്ളം ഒത്തിരി ഇതൊക്കെ ഇരിക്കത്തില്ല. നമുക്ക് ഈ തവിയിട്ട് ഓരോന്നോരോന്നിട്ട് നമുക്ക് ഈ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഞാൻ ഈ വെളിയിൽ വെച്ചായതുകൊണ്ട് നമുക്ക് ഈച്ചയെങ്ങാനും കയറിയ ഇഷ്ടമല്ല എനിക്കതുകൊണ്ട്. അപ്പം നമ്മൾ ഓരോന്നോരോന്ന് അപ്പം നമ്മൾ ഈ കുറാന്നിങ്ങനെ എടുത്തേക്കുന്നതുകൊണ്ട് നമുക്ക് 3-4 എണ്ണം ഇടാം, 4 എണ്ണം ഇടാം. അപ്പം മാവ് നല്ലത്. അപ്പോൾ ഇതൊന്ന് മൂക്കുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യും. അപ്പം നമുക്കിതൊന്ന് തിരിച്ചിടും. നമ്മുടെ ഏത്തയ്ക്കാപ്പം നമ്മളൊന്ന്